ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠഭാഗമായ പണക്കണക്കുകൾ എന്നതിലെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ആദ്യത്തെ പേജിൽ തന്നെ നമുക്കൊരു വിലക്കിഴിവിൻ്റെ ഒരു പരസ്യം കാണാം അല്ലേ. ആൻഡ് വി വിൽ ക്രിസ്മസ് പുതുവർഷം പ്രമാണിച്ച് എല്ലാ കൈത്തറി വസ്ത്രങ്ങൾക്കും 30% വിലക്കിഴിവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 30% വിലക്കിഴിവ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അല്ലേ? 100 രൂപയ്ക്ക് നമ്മളൊരു സാധനം വാങ്ങിയെന്ന് വിചാരിക്കുക. 100 രൂപയ്ക്ക് വസ്ത്രങ്ങൾ വാങ്ങിയാൽ 30 രൂപ കുറച്ച് 70 രൂപ കൊടുത്താൽ മതി. അപ്പോൾ 30% വിലക്കുറവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങുകയാണ്. അപ്പോൾ നമുക്ക് 30% വിലക്കുറവുണ്ട് എന്ന് പറഞ്ഞാൽ 100ൽ നിന്ന് 30 കുറച്ച് നമ്മൾ ബാക്കി 70 രൂപ കൊടുത്താൽ മതി. അപ്പോൾ 30% വിലക്കുറവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്തത് 200 രൂപയ്ക്ക് വാങ്ങിയാലോ. നമ്മൾ 100 രൂപയ്ക്ക് 70 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇനി 200 രൂപയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? അപ്പോൾ 30ആണ്, 100ന് 30ആണ്. അപ്പോൾ 200ന് എന്തായിരിക്കും? ഡബിൾ ആവല്ലേ ചെയ്യുക, ഇരട്ടിയാവുകയല്ലേ ചെയ്ത്. അപ്പം 30ന് 200 എന്ന് പറയുമ്പോൾ 60 ആകും. അപ്പോൾ 200ൽ നിന്ന് 60 കുറച്ച് നമ്മൾ ബാക്കി 140 കൊടുത്താൽ മതി. ഓക്കെ, അതായത് 30 ഗുണിക്കണം 2 60 രൂപ. അപ്പോൾ 200 കുറയ്ക്കണം 60, അതായത് 140 രൂപ കൊടുത്താൽ മതി. അപ്പോൾ ഓരോ 100 രൂപയ്ക്കും 30 രൂപ വീതം കുറയ്ക്കുന്നതിനെയാണ് 30% കിഴിവ് എന്ന് പറയുന്നത്. അപ്പോൾ 30% കിഴിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ 100 രൂപയിൽ നിന്നും 30 കുറയ്ക്കണം. ഓക്കെ, 100 രൂപ എന്ന് പറഞ്ഞാൽ 30, ഇനി 30% എന്ന് പറഞ്ഞിട്ട് 30 രൂപ കുറയ്ക്കണം. ഇനി അതല്ല 20% എന്നുള്ളത് വെച്ചാൽ 100ൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? 20 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എത്രയാണ്? 80. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത നോക്കൂ. ഇതനുസരിച്ച് പല വിലകൾക്ക് വസ്ത്രങ്ങൾ വാങ്ങിയാൽ കിട്ടുന്ന കിഴിവും കൊടുക്കേണ്ട വിലയും കണക്കാക്കി ഈ പട്ടികയിലെ സംഖ്യകൾ എഴുതാമോ? അപ്പോൾ അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ എഴുതാനാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് നമ്മൾ 100ഉം കണ്ടു 200ഉം കണ്ടു അല്ലേ. ഇനി നമുക്ക് 500 കാണേണ്ടത്. വില 500 രൂപയാണ്. അപ്പോൾ നമുക്ക് എത്ര കിഴിവ് ഉണ്ടാവും? 30 രൂപയാണ് 100 രൂപയ്ക്ക് കിഴിവ്. 500 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 100 ഉണ്ട് അല്ലേ. അപ്പം 30 ഗുണിക്കണം 5, 30 ഗുണിക്കണം 5 150 അപ്പോൾ 500ൽ നിന്ന് നമ്മൾ 150 കുറച്ച തുക നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ മതി. 0ൽ നിന്ന് 0 കുറച്ചാൽ 0, 10ൽ നിന്ന് 5 കുറച്ചാൽ 5. അപ്പോൾ 5 ഉണ്ടോ ഇവിടെ? ഇല്ല. നമ്മൾ ഒന്ന് അങ്ങോട്ട് കടം കൊടുത്താണ്. അപ്പോൾ 4ആണ് ഇവിടെ ഉള്ളത്. 4 കുറയ്ക്കണം 1, 350. അപ്പോൾ നമ്മുടെ ഉത്തരം കണ്ടല്ലോ, 350. ഇനി നമുക്ക് 1000 രൂപയാണ് ഇവിടെ തന്നത്. 1000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 100 രൂപക്കാണ് നമ്മൾ 30 പറഞ്ഞത്. 1000 എന്ന് പറഞ്ഞത് 100ൻ്റെ 10 100 അടങ്ങിയതാണ് 1000 അല്ലേ. 10 100 അടങ്ങിയതാണ് 1000. അപ്പോൾ നമ്മൾ 30നെ 30 ഗുണിക്കണം 10 എന്നാണ് എഴുതേണ്ടത്. 30 ഗുണിക്കണം 10 എന്ന് എഴുതിയാൽ നമുക്ക് എത്ര കിട്ടും? 30 ഗുണിക്കണം 10 എത്ര കിട്ടും? 300 നമുക്ക് ലഭിക്കുക. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് എന്താണ്? 30 ഗുണിക്കണം 10 300. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1000ൽ നിന്ന് 300 കുറയ്ക്കണം. 1000ൽ നിന്ന് 300 കുറച്ചാൽ നമുക്ക് എത്രയാണ് കിട്ടുക? 1000ൽ നിന്ന് 300 കുറച്ചാൽ നമുക്ക് 700 രൂപയാണ് കിട്ടുക. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എത്രയാണ്? 700 രൂപ. ഇനി മൂന്നാമത്തേത് 1200. 1200 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര 100 അടങ്ങിയതാണ്? 12 100 അടങ്ങിയതാണ് 1200. അപ്പോൾ നമ്മുടെ 30 ഗുണിക്കണം 12 ചെയ്യേണ്ടത് അല്ലേ. 30 ഗുണിക്കണം 12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രയാണ്? 360. 30 ഗുണിക്കണം 12 എന്ന് പറയുന്നത് 360. അപ്പോൾ നമ്മൾ 1200ൽ നിന്ന് 360 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 840 നമുക്ക് കിട്ടും. അതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് 500 രൂപയ്ക്ക് നമ്മൾ 150 രൂപ കുറയ്ക്കണം അല്ലേ. അപ്പോൾ നമുക്ക് 350 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. 1000 രൂപയ്ക്കാണെന്ന് നമ്മൾ 300 രൂപ കുറയ്ക്കണം. അപ്പോൾ നമ്മൾ 700 രൂപയാണ് കൊടുക്കേണ്ടത്. 1200 രൂപയാണെങ്കിൽ നമ്മൾ 360 രൂപ കുറയ്ക്കണം. അപ്പോൾ നമ്മൾ എത്ര കൊടുക്കണം? 1000ൽ നിന്ന് 360 കുറച്ചാൽ 840 കിട്ടുക. അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ശതമാന കണക്ക് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാം. പലിശ. ഈ വാർത്ത നോക്കൂ. സഹകരണ ബാങ്കുകളിൽ സ്ഥിര നിക്ഷേപത്തിന് 9% പലിശ.
ബാങ്കുകളിലും മറ്റും പണം നിക്ഷേപിച്ച് ഒരു വർഷത്തിന് ശേഷം തിരിച്ചെടുത്താൽ നിക്ഷേപിച്ച തുകയേക്കാൾ അല്പം കൂടുതൽ കിട്ടും. കൂടുതൽ കിട്ടുന്ന തുകയെയാണ് പലിശ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ 1000 രൂപ നമ്മൾ നിക്ഷേപിച്ചാൽ ചിലപ്പോൾ നമുക്ക് 2 വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ 1200 രൂപ കിട്ടും അല്ലേ? അപ്പോൾ കൂടുതൽ കിട്ടുന്ന എത്രയാണ്? ഇവിടെ 200 രൂപയാണ്. കൂടുതൽ കിട്ടുന്ന തുകയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പലിശ എന്ന് പറയുന്നത്. ഓക്കെ, മുകളിലെ ചിത്രത്തിൽ 9% എന്നാണ് എഴുതിയിരിക്കുന്നത്. 9% എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് ഈ ശതമാനം എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് ഇത്. ഓക്കെ, ഇപ്പോൾ ഇതിന് പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണ്? ഓരോ 100 രൂപയ്ക്കും ഒരു വർഷം കഴിയുമ്പോൾ 9 രൂപ പലിശയായി കിട്ടുമെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 9% പലിശ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓരോ 100 രൂപയ്ക്കും 9 രൂപ നമുക്ക് പലിശയായിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് എന്താണ്? 100 കൂട്ടണം 9, 109 രൂപ. അതായത് 100 രൂപ നിക്ഷേപിച്ചാൽ 9 രൂപ പലിശ അടക്കം നമുക്ക് 109 രൂപ നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് നമ്മൾ 9% പലിശ എന്നൊക്കെ പറഞ്ഞ അർത്ഥം. ഇതനുസരിച്ച് 1500 രൂപ നിക്ഷേപിച്ചാൽ ഒരു വർഷം കഴിഞ്ഞ് എത്ര രൂപ തിരികെ കിട്ടും? നേരത്തെ കിഴിവ് കണക്കാക്കിയതുപോലെ പലിശയും കണക്കാക്കാമല്ലോ. അപ്പം നമ്മുടെ 1500 രൂപയാണ്. 1500 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100-ന് 9 രൂപയാണ് അല്ലേ? 1500 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര 100 അടങ്ങിയതാണ് 1500? നമ്മൾ 15 100 അടങ്ങിയതാണ് നമുക്ക് എന്ത്? 1500 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? 15 ഗുണിക്കണം 9. ഓക്കെ, 15-നെ 9 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 135 രൂപ കിട്ടും. അപ്പം നമുക്ക് എത്രയാണ് പലിശ കിട്ടുക? ഓരോ 100 രൂപക്ക് 9 രൂപയാണ് ഒരു വർഷത്തെ. 100-ന്റെ 15 മടങ്ങാണ് 1500. 1500ക്ക് ഒരു വർഷം കിട്ടുന്ന പലിശ 9 ഗുണിക്കണം 15, 135 രൂപ. അപ്പം നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ പലിശയും ചേർത്ത് എത്ര രൂപ കിട്ടും? ആദ്യം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് നിക്ഷേപിച്ച 1500 ആണ്. കൂടെ നമുക്ക് 135 രൂപ പലിശ ഇനത്തിലും കിട്ടും. അപ്പോൾ നമുക്ക് ആകെ എത്ര കിട്ടും? 0 കൂട്ടണം 5, 5, 0 കൂട്ടണം 3, 3, 5 കൂട്ടണം 1, 6, 1, 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 1635 രൂപ കിട്ടും. മനസ്സിലായല്ലോ? ചിലർ ഈ ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുകകൾ നോക്കൂ. അങ്ങനെ ചിലരൊക്കെ ഈ ബാങ്കിൽ കുറേ പൈസ നിക്ഷേപിച്ചിട്ടുണ്ട്. ആഷ് 15,000 രൂപയാണ്, സുമ 25,000 രൂപ, നിഹാരിക 37,500 രൂപ, വിഹാൻ 12,500 രൂപ, അഹി 22,500 രൂപ. ഇങ്ങനെ കുറേ ആളുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ഓക്കെ, ഓരോരുത്തർക്കും ഒരു വർഷം കഴിഞ്ഞ് പലിശയും ചേർത്ത് എത്ര രൂപ കിട്ടുമെന്ന് കണക്കാക്കുക. അപ്പം നമുക്ക് ഓരോരുത്തരുടെയും പലിശ എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നമുക്ക് ആഷിൻ്റെ എടുക്കാം. ആഷിൻ്റെ എത്ര രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്? 15,000 രൂപയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആഷിൻ്റെ നോക്കാം. 15,000 രൂപയാണ് ആഷ് നിക്ഷേപിച്ചത്. 9% പലിശയാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു 15,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 100-ന് നമ്മൾ നേരത്തെ പറഞ്ഞു 9 രൂപയാണ് അല്ലേ? അപ്പോൾ 15,000 എന്ന് പറയുമ്പോൾ എത്ര 100 കൂടിയതാണ്? 150 100 കൂടിയതാണ് 15,000 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 150 ഗുണിക്കണം 9. 150 ഗുണിക്കണം 9 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1350 രൂപയാണ്. അപ്പം നമുക്ക് ആഷിന് ഒരു വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന തുക എത്രയായിരിക്കും? 15,000 കൂട്ടണം 1350. 15,000-ഉം 1350 കൂടിയാൽ കിട്ടുന്നത് 16,350 രൂപ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഉത്തരം എത്രയാണ്? 16,350 രൂപ. ഇനി രണ്ടാമത്തെ നോക്കുക. സുമ 25,000 രൂപയാണ്. അപ്പോൾ സുമ നിക്ഷേപിച്ചത് 25,000 രൂപയാണ്. അതായത് 100-ന് 9 വെച്ചിട്ടാണ്. 25,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 250 100 ചേർന്നതാണ് 25,000. അപ്പോൾ 250 ഗുണിക്കണം 9. 250 ഗുണിക്കണം നമ്മൾ 9 ചെയ്താൽ നമുക്ക് കിട്ടുക 2,250 ആണ്. അപ്പോൾ നമ്മൾ സുമയ്ക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലിശ അടക്കം കിട്ടുന്നത് എത്രയാണ്? 25,000 കൂട്ടണം 2,250. ഓക്കെ, 0 0 0 0 5 5 0 2 2 5 2 7 2. അപ്പോൾ നമ്മുടെ സുമക്ക് കിട്ടുന്നത് എത്ര രൂപയാണ്? 27,250 രൂപയാണ് കിട്ടുന്നത്.
ഓക്കെ. ഇനി നമുക്ക് അടുത്തത് നിഹാരികയുടെ നോക്കാം. നിഹാരികയ്ക്ക് 37,500 രൂപയാണ് ഉള്ളത്. എത്രയാണ്? 37,500 രൂപയാണ്. അപ്പം 37,500 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര 100 അടങ്ങിയതാണ്? 375 100 അടങ്ങിയതാണ്. അപ്പം 375 ഗുണിക്കണം 9. 375 ഗുണിക്കണം 9 നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ തുക 3,375 രൂപയാണ്. അപ്പോൾ നിഹാരികയ്ക്ക് ഒരു വർഷം കഴിഞ്ഞാൽ കിട്ടുന്ന തുക കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 37,500നോട് 3,375 നമ്മൾ കൂട്ടണം. 055 077 5 3 8 7 3 10. ബാലൻസ് 1 ഇവിടെ വെച്ചു. 1 കൂട്ടണം 3 4. അപ്പോൾ എത്രയാണ് കിട്ടുക? 40,875 രൂപയാണ് നിഹാരികയ്ക്ക് ഒരു വർഷം കഴിഞ്ഞാൽ കിട്ടുക. ഇനി നമുക്ക് അടുത്തത് വിഹാൻ്റെ നോക്കാം. വിഹാന് 12,500 രൂപയാണ്. അപ്പോൾ 12,500 എന്ന് പറഞ്ഞാൽ എത്ര 100 ചേർന്നതാണ്? 125 100 ചേർന്നതാണ്. അപ്പോൾ 9% പലിശ. അപ്പോൾ 125 ഗുണിക്കണം 9. 125 ഗുണിക്കണം 9 ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക? 1,125. എത്രയാണ് കിട്ടുക? 1,125. അപ്പോൾ നമ്മുടെ വിഹാന് ഒരു വർഷം കഴിഞ്ഞാൽ കിട്ടുന്നത് തുക എത്രയാണ്? 12,500 കൂട്ടണം 1,125. അപ്പം നമ്മൾ കൂട്ടി നോക്കുക. 055 022 5 3 6 2 3 3 13. അപ്പം നമുക്ക് എത്ര കിട്ടുക? 13,625 ആർക്ക് കിട്ടുക? വിഹാന് ലഭിക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് അഹിയുടേതാണ്. അഹി ഡെപ്പോസിറ്റ് ചെയ്തത്, നിക്ഷേപിച്ചത് 22,500 22,500 എന്ന് പറഞ്ഞാൽ അതിൽ എത്ര 100 അടങ്ങിയിട്ടുണ്ട്? 225 100 അടങ്ങിയിരിക്കുന്നത്. 225 ഗുണിക്കണം 9. ഇത് നമ്മൾ ഗുണനക്രിയ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന തുക 2,025. ഓക്കെ. അപ്പോൾ അഹിക്ക് ഒരു വർഷം കഴിഞ്ഞാൽ പലിശ അടക്കം കിട്ടുന്നത് എത്രയാണ്? നമ്മൾ 2,025 കൂട്ടുക. 055 022 5 0 5 2 2 4 2. എത്ര രൂപയാണ് കിട്ടുക? 24,525 രൂപയാണ് അഹിക്ക് ഒരു വർഷം കഴിഞ്ഞാൽ 9% പലിശയിൽ കിട്ടുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇനി ഈ കണക്ക് നോക്കുക. ഒരു ബാങ്കിൽ നിന്ന് കാർഷിക വായ്പ കിട്ടും. ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചടയ്ക്കുമ്പോൾ 6% പലിശയും കൊടുക്കണം. 25,000 രൂപ വാങ്ങിയ ഒരാൾ ഒരു വർഷം കഴിഞ്ഞ് എത്ര രൂപ തിരിച്ചെടുക്കണം? അപ്പോൾ ഒരാൾക്ക് ഒരു ബാങ്കിൽ നിന്ന് എത്ര രൂപ കിട്ടും? വായ്പയാണ് കിട്ടുന്നത്. 25,000 രൂപയാണ്. അപ്പോൾ അതിന് 6% പലിശയാണ് കൊടുക്കേണ്ടത്. ഓക്കെ. 100 രൂപയ്ക്ക് ഒരു വർഷത്തെ പലിശ എത്രയാണ്? 6% എന്ന് പറയുമ്പോൾ 100 രൂപയ്ക്ക് എത്രയാണ്? 6 ഓക്കെ. 25,000 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുക. 25,000 എന്ന് പറഞ്ഞാൽ ഈ 100ൻ്റെ അതിലെത്ര 100 അടങ്ങിയിരിക്കുന്നതെന്ന് കാണാൻ നമ്മൾ ഈ 2 പൂജ്യം 100ന് 2 പൂജ്യമല്ലേ, ആ 2 പൂജ്യം അങ്ങോട്ട് കട്ട് ചെയ്യുക. അപ്പം നമുക്ക് അറിയാം 250 100 അടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 250 ഗുണിക്കണം 6. 250നെ 6 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുക 1,500. അപ്പോൾ നമ്മൾ എത്ര രൂപയാണ് തിരിച്ച് പലിശ ഇനത്തിൽ? 1,500 രൂപയെ നമ്മൾ കൊടുക്കണം. പിന്നെ 25,000 നമ്മൾ വായ്പ എടുത്തതും രണ്ടും കൂടി നമ്മൾ കൊടുക്കേണ്ടത് എത്രയാണ്? 1,500. അപ്പോൾ നമ്മൾ 0 0 5 6 2 26,500 രൂപ നമ്മൾ എന്ത് കൊടുക്കണം? പലിശ ഇനത്തിൽ നമ്മൾ കൊടുക്കണം. ഇനി നമുക്ക് പേജ് നമ്പർ 106 പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഒരു പരസ്യമാണ്. ഈ പരസ്യം നോക്കൂ. എല്ലാ വസ്ത്രങ്ങൾക്കും 25% വില കുറവ്. ശ്രീഷ ഈ കടയിൽ നിന്ന് 3,500 രൂപയ്ക്ക് വസ്ത്രങ്ങൾ വാങ്ങി. എത്ര രൂപ കൊടുക്കണം? അപ്പോൾ 3,500 രൂപയ്ക്കാണ് ശ്രീഷ വാങ്ങിയത്. എത്ര രൂപ കൊടുക്കണം? ശ്രീഷ വാങ്ങിയ വസ്ത്രങ്ങളുടെ വില 3,500. എത്രയാണ്? 3,500. കിഴിവ് എത്രയാണ്? 25%. അപ്പോൾ നമുക്കറിയാം 3,500 എത്ര 100 അടങ്ങിയിട്ടുണ്ട്? 2 പൂജ്യം അങ്ങോട്ട് വെട്ടിക്കളയും. അപ്പം 35 100 അടങ്ങിയിട്ടുണ്ട്. അപ്പം 35 ഗുണിക്കണം 25. 35 ഗുണിക്കണം 25 എത്രയാണ്? 875 വരുന്നത്. ഓക്കെ. അപ്പോൾ ശ്രീഷ ഇനി എത്ര കൊടുക്കണം? 3,500ൽ നിന്ന് 875 കുറയ്ക്കുക.
ഓക്കെ. അപ്പോൾ 10ൽ നിന്ന് 5 പോയാൽ എത്രയാണ്? 5. ഇവിടെ എത്രയുണ്ട്? 9ആണ്. 9ൽ നിന്ന് 7 പോയാൽ 2. ഇവിടെ 4ആണ്. 4ൽ 8 പോവില്ല. അപ്പോൾ നമ്മൾ കടം വാങ്ങി 14ആണ്. 14ൽ നിന്ന് 8 പോയാൽ 6ആണ്. പിന്നെ ഇവിടെ ഉള്ളത് 2ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും അങ്ങോട്ട് കടം കൊടുത്തു. അപ്പോൾ 2625ആണ് ശ്രീഷ കൊടുക്കേണ്ട തുക. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഏഞ്ചലോ ടോമി ഒരു ബാങ്കിൽ നിന്ന് 45,000 രൂപ കടമെടുത്തു. 12% പലിശ നിരക്ക്. ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചെടുക്കണം? അപ്പോൾ ഇവിടെ നമുക്കറിയാം 45,000 രൂപയാണ്. അപ്പോൾ നമുക്ക് 12% പലിശ. അപ്പോൾ ഇവിടെ എത്ര 100 അടങ്ങിയിട്ടുണ്ട്? 45,000ൽ എത്ര 100 അടങ്ങിയിട്ടുണ്ട് എന്നറിയാം. 100ൻ്റെ 2 പൂജ്യം നമ്മൾ കട്ട് ചെയ്യാം. അപ്പോൾ 450 100 അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 450 ഗുണിക്കണം 12 ചെയ്യണം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഏഞ്ചലോ ടോമി കടമെടുത്ത തുക 45,000. പലിശ നിരക്ക് ഒരു വർഷത്തേക്ക് 12%. അപ്പോൾ നമ്മൾ 450 എത്ര 100 ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ എത്ര 100 ഉണ്ട്? 450 100ആണ് 45,000ലുള്ളത്. അപ്പോൾ 450 ഗുണിക്കണം 12 എത്രയാണ്? 5,400 ആണുള്ളത്. എത്രയാണ്? 5,400 അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു വർഷം കഴിയുമ്പോൾ തിരിച്ചടയ്ക്കേണ്ട തുക 45,000 കൂട്ടണം 5,400. അപ്പോൾ 45,000 5,400 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുക 50,400 രൂപയാണ്. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ 50,400 രൂപ തിരിച്ചടയ്ക്കണം. ഇനി നമുക്ക് മൂന്നാമത്തെ കണക്ക് നോക്കാം. മൂന്നാമത്തേത് മേഹുൽ ഓരോ മാസവും വരുമാനത്തിൻ്റെ 8% ചികിത്സാ സഹായ നിധിയിലേക്ക് സംഭാവന കൊടുക്കുന്നുണ്ട്. ഈ മാസം മേഹുലിൻ്റെ വരുമാനം 75,000 രൂപയാണ്. അതിൽ എത്ര രൂപയാണ് സംഭാവനയായിട്ട് നൽകുന്നത്? അപ്പോൾ 75,000 രൂപയിൽ എത്ര 100 അടങ്ങിയിട്ടുണ്ട് എന്നറിയാൻ നമ്മൾ 100ൻ്റെ 2 പൂജ്യം കട്ട് ചെയ്യുക. 750ആണ്. പിന്നെ നമ്മൾ കാണേണ്ടത് 750 ഗുണിക്കണം 8ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. മേഹുലിന് ഒരു മാസത്തെ വരുമാനം എത്രയാണ്? 75,000 രൂപയാണ്. ഓക്കെ, സംഭാവനയുടെ ശതമാനം എന്ന് പറയുന്നത് 8%. അപ്പോൾ 75,000ൽ എത്ര പൂജ്യം അടങ്ങിയിട്ടുണ്ട്? എത്ര 100 അടങ്ങിയിട്ടുണ്ട്? 100 750 100ആണ്. അപ്പോൾ നമ്മൾ 750 ഗുണിക്കണം 8 ചെയ്തു. 750 ഗുണിക്കണം 8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 6,000 രൂപയാണ്. അപ്പോൾ മേഹുൽ ചികിത്സാ സഹായ നിധിയിലേക്ക് 6,000 രൂപയാണ് സംഭാവനയായിട്ട് കൊടുക്കുന്നത്. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം എന്താണ്? യൂജിൻ എല്ലാ മാസവും വരുമാനത്തിൻ്റെ 15% മിച്ചം വയ്ക്കുന്നുണ്ട്. യൂജിൻ്റെ ജനുവരി മാസത്തെ വരുമാനം 64,000 രൂപയാണ്. ഇതിൽ എത്ര രൂപ മിച്ചം വയ്ക്കും? അപ്പോൾ യൂജിൻ്റെ എല്ലാ മാസവും വരുമാനം എത്രയാണ്? 64,000 രൂപയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. യൂജിൻ്റെ ജനുവരി മാസത്തെ വരുമാനം 64,000 രൂപ. മിച്ചം വയ്ക്കുന്ന ശതമാനം എത്രയാണ്? 15%. അപ്പോൾ നമുക്ക് 64,000ൽ എത്ര 100 ഉണ്ട് എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് 100ൻ്റെ 2 പൂജ്യവും കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 640 രൂപയാണ് ഉള്ളത്. ഇതിൻ്റെ എളുപ്പ വഴി എന്ന് വെച്ചാൽ 64,000 എഴുതുക. അപ്പോൾ 100 എന്ന് പറയുമ്പോൾ 2 പൂജ്യമാണല്ലോ ഉള്ളത്. അപ്പോൾ 2 പൂജ്യം കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 640 കിട്ടും. അപ്പോൾ 640 ഗുണിക്കണം 15. അപ്പോൾ 9,600 നമുക്ക് കിട്ടുക. അപ്പോൾ 9,600 രൂപ മിച്ചം വയ്ക്കും. ഇനി അടുത്ത കണക്ക് ആരുടേതാണെന്ന് നോക്കാം. നമ്മൾ യൂജിൻ്റെ കണക്കാണ് ഇപ്പം ചെയ്തത്. ഇനി നമുക്ക് അഞ്ചാമത്തെ കണക്ക്. ടെലിവിഷൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനി അടുത്ത മാസം മുതൽ 5% വില കുറയ്ക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ 45,000 രൂപയ്ക്ക് വിലയുള്ള ടെലിവിഷന് അടുത്ത മാസം എന്ത് വിലയാകും? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെ നമ്മൾ കൂട്ടിയിട്ടൊക്കെയാണ് കൊടുത്തത്. ഇവിടെ കുറയ്ക്കുകയാണ് അല്ലേ. 45,000 രൂപയിൽ 5% വില കുറവുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടി വിയുടെ വില എത്രയാണ്? ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് എത്രയാണ്? 45,000 ആണ്. ഇപ്പോൾ ടെലിവിഷൻ്റെ വില എത്രയാണ്? 45,000 ആണ്. വില കുറയ്ക്കുന്ന ശതമാനം 5%. പിന്നെ ഇനി നമ്മൾ അടുത്ത കണ്ടെത്തേണ്ടത് 45,000ൽ എത്ര 100 ഉണ്ടെന്ന്. അപ്പോൾ 100ൻ്റെ 2 പൂജ്യം നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ 450 കണ്ടു. 450 ഗുണിക്കണം 5 എത്രയാണ്? 2,250. 2,250 അപ്പോൾ 45,000 രൂപ വിലയുള്ള ടി വിക്ക് എത്രയാണ്? 2,250 രൂപ കുറച്ച് കൊടുത്താൽ മതി അല്ലേ. 2,250
50 രൂപ കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നോക്കാം, 2200 പൂജ്യത്തിൽ നിന്ന് 0 പോയാൽ 0, 0ത്തിൽ നിന്ന് 5 പോകില്ല, അപ്പം കടമെടുത്തു. 10ൽ നിന്ന് 5 പോയാൽ എത്രയാണ്? 5. അപ്പോൾ ഇവിടെ 10 ഉള്ളത് എന്തായി? 1 നമ്മൾ കടം കൊടുത്തല്ല, അപ്പോൾ 9 ആയി. 9 ഗുണിക്കണം 2, 9 കുറയ്ക്കണം 2 എത്രയാണ്? 7. പിന്നെ ഇവിടെ എന്താണ്? 5 ഉണ്ടാവുമോ? ഇവിടെ കടം കൊടുത്തല്ലോ, അപ്പോൾ നമ്മുടെ 4ആണ് ഉണ്ടാവുക. 4ൽ നിന്ന് 2 പോയാൽ 2. 4 പോലെ തന്നെ എഴുതി വെക്കാം. 42,750 രൂപ, അതായത് 2250 കിഴിവ് കഴിച്ചിട്ട് നമുക്ക് 42,750 അടുത്ത മാസം ടെലിവിഷൻ വാങ്ങാം. ഓക്കെ, നമുക്ക് ഈ ഭാഗത്തിലുള്ള ലാസ്റ്റ് കണക്കാണ്. നമ്മൾ ടെലിവിഷന്റെ കണക്കൊക്കെ ചെയ്തു. ഇനി കാറിന്റെ കണക്കാണ്. കാർ നിർമ്മിക്കുന്ന ഒരു കമ്പനി അടുത്ത മാസം മുതൽ 2% വില കൂട്ടാൻ തീരുമാനിച്ചു. അപ്പോൾ 5,60,000 രൂപ വിലയുള്ള കാറിന് അടുത്ത മാസം എത്ര? ഓക്കെ, ഇപ്പോൾ കാറിന്റെ വില എത്രയാണ്? 5,60,000 ആണ്. വില കൂട്ടുന്നത് എത്ര ശതമാനമാണ്? 2%. അപ്പൊ നമുക്ക് 5,60,000 നമ്മൾ എഴുതുക. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിൽ എത്ര 100 ഉണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ 100 കൊണ്ട് ഹരിച്ചപ്പോ നമുക്ക് എത്ര കിട്ടി? 100ന്റെ 2 സീറോസും നമ്മൾ കട്ട് ചെയ്തു, 2 0 കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് 5,600 എന്ന് കിട്ടി. 5,600നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 11,200 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5,60,000 11,200 കൂട്ടണം. അപ്പൊ നമുക്ക് കിട്ടുന്ന തുക 5,71,200 ആണ്. അപ്പൊ 2% കൂട്ടിയാൽ അടുത്ത മാസം കാറിന്റെ വില എത്രയായിരിക്കും? 5,71,200 രൂപയ്ക്ക് വേണം നമ്മൾ കാർ വാങ്ങാൻ. അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതാണ്. ഇനി നമുക്ക് അടുത്തത് എന്താണെന്നറിയോ? അടുത്തത് നമുക്ക് ശതമാന കണക്കുകളാണ്. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, പേജ് നമ്പർ 107 മുതലാണ് നമുക്കിനി അടുത്ത ചെയ്യേണ്ടത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.